എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചേന നടാൻ പോകുന്നത്, അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇന്നത്തെ ഇത് നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ കുംഭപ്പരണി. ഇന്ന് കുംഭപ്പരണിയുടെ അന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ചേനയുണ്ടല്ലോ, മുള വരാൻ ഇത്തിരി താമസം എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അകത്ത് അടുപ്പ് ഇപ്പം കത്തിക്കണില്ല. അടുപ്പുണ്ട്, പക്ഷേ ഞാൻ കത്തിക്കണില്ല. അപ്പോൾ അതിൻ്റെ പുക മുള കുത്തി കഴിയുമ്പോൾ അതിൻ്റെ ചാണക പാലി മുക്കി ഇത് പുക കൊള്ളിക്കണം. അപ്പോൾ അതിന് അടുക്കളയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെയായിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ, ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ചേന ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ചേന വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതൊരു കൂടായിരുന്നു കേട്ടോ. വണ്ടി പോകുന്ന വെച്ചോണ്ട് കൂടായിരുന്നു. അതിൻ്റെ അടിയിൽ ഞങ്ങളിങ്ങനെ പുകയിട്ട് കുളിക്കുക ചെയ്തത്. ഇതുണ്ട്. അപ്പോൾ എല്ലാത്തിനും മുള വന്നില്ല. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുംഭപ്പരണിയുടെ അന്ന് സാധാരണ ഞങ്ങൾ നടുന്നതാണ്, പക്കം നോക്കി നടുക എന്ന് പറയുന്നത്. പിന്നെ അതിന് നട്ടില്ല, പിന്നെ 10ാമത്തേതിനാവും. അപ്പം ഒരെണ്ണം ഇന്ന് തക്കാലത്തേന് ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നടാമെന്ന് മാത്രം. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ചേന, ഇത് എടുത്തപ്പം 2 ചേനയ്ക്ക് മുള വന്നു കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല, മുള നല്ലവണ്ണമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊരു 3 കുഴിക്ക് കാണും. ഇങ്ങനെ ഓരോ മുള ഓരോ കഷ്ണത്തെ വരണം. ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുറിക്കാം കേട്ടോ. മുറിച്ചിട്ട് നമുക്ക് കുഴി കുത്തിയിട്ടേക്കുക. അപ്പോൾ അവിടെ കൊണ്ട് നടുന്ന കാണിക്കാം. അപ്പോൾ ഇതുണ്ടോ, 5 കുഴിയുണ്ട് കേട്ടോ. 5 കുഴി ചെറിയ മുളയാണ്. ഇനി എടുത്തോണ്ട് കുഴിയുടെ അടുത്ത് കൊണ്ട് വെക്കാം. ഇത് ഈ ചേന കണ്ടല്ലോ, ഇത് നമ്മൾ 2 ചേന, ഒരെണ്ണം 3 കുഴിക്കും, ഒരെണ്ണം 2 കുഴിക്കും. കുഞ്ഞു മുളയാണ്. മുളയില്ലേലും മുളയ്ക്കും, പക്ഷേ താമസിച്ചേ മുളയ്ക്കുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 കിലോ 1 കിലോ ഒരു കഷ്ണം കണക്കാക്കിയാണ് മുറിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അതിൽ കൂടുതലുണ്ട്, കാരണം മുള കുറവായതുകൊണ്ട് ഞാൻ മുളയുള്ളത് നോക്കി മുറിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുഴി കൊണ്ട് വെച്ചാൽ ഇച്ചിരി ചാണകപ്പൊടിയും ഇച്ചിരി വേപ്പും പിണ്ണാക്കും മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെയാണ് നടുന്നത്. ഇതുണ്ടോ, കുഴിക്കകത്ത് ചേന വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അതിൻ്റെ അടിയിൽ വേപ്പും പിണ്ണാക്ക് ഇട്ടായിരുന്നു. പൊക്കത്തിൽ ഇത് ചാണകം കേട്ടോ, ചാണകപ്പൊടിയാണ്. ഉണ്ടോ ചേന. അപ്പോൾ ഇങ്ങനെയാണ് ചേന നടുന്നത്. എന്നിട്ട് കുഴി മൂടും, അതിൻ്റെ പൊക്കത്തിൽ ചവറിടും. ഇങ്ങനെയാണേ. ചാണകപ്പൊടിയൊക്കെ ഇപ്പം എന്താ പേരിന് മാത്രമേ ഇടുന്നുള്ളൂ. വേപ്പും പിണ്ണാക്ക് ഇടുക കേട്ടോ. ഒരിത്തിരി എല്ലാ കുഴിയിലും വേപ്പും പിണ്ണാക്ക് തൂളുക കേട്ടോ. ഇനി അതിൻ്റെ പൊക്കത്തിലോട്ട് ഈ ചേന മുള തിരിച്ച്, ഇത് കണ്ടോ. ഇതിൻ്റെ ഈ ചേന മുറിക്കുന്നതിൻ്റെ മുറിപാട് വടക്കോട്ട് തിരിച്ചു വെക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം കൂടുതലും നമ്മൾ തെക്കൻ ചായ്വാണ് കൂടുതലായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത്. അതിന് ഈ ഉണക്ക് തട്ടായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നതെന്നാണ് കാരണന്മാർ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ചാണകപ്പൊടി ഇടുക കേട്ടോ. റേഷൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കുഴി മൂടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ, എല്ലാത്തിനകത്തും വേപ്പും പിണ്ണാക്കും മറ്റേ ചാണകപ്പൊടിയിട്ട് ഞങ്ങൾ ചേന കുഴിക്കകത്ത് വെച്ച് ഇപ്പം അത് വെട്ടി മൂടുക കേട്ടോ. അതുകൊണ്ട് ഓരോന്നും അങ്ങനെ മൂടും. ഇനിയിപ്പോൾ അതിൻ്റെ പൊക്കത്തിലൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചവറിടണം, അത് ചെയ്യുക കേട്ടോ. ഓലയുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം നട്ടാലേ ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ കർക്കിടക മാസത്തിൽ ഇത് പറിക്കാറാവുള്ളൂ. 6 മാസമെങ്കിലും വേണം ഇതിൻ്റെ. കർക്കിടക മാസത്തിലാണ് ഈ ചേനയ്ക്ക് ഏറ്റവും നല്ല സ്വാദും ഗുണമെന്നൊക്കെയാണ് പറയണേ. അപ്പോൾ എന്താ ഇപ്പം നടണം ഈ കുംഭഭരണിക്ക്. മേടപ്പത്താകുമ്പോഴത്തേനും ഇത്തിരി കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകില്ലേ. അപ്പം അതാണ്, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രാവശ്യവും കുംഭഭരണിക്ക് നടണതാണ് കേട്ടോ. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ പുക ശരിക്കും കൊള്ളിക്കാത്തതുകൊണ്ട് മുള വന്നില്ല. അതുകൊണ്ട് ഇപ്പം 5 കുഴിയുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് വേണ്ട, അതെന്തിനാ, ഒത്തിരി നമ്മുടെ ആവശ്യത്തിന് മതിയല്ലോ. ഒത്തിരി കൊടുക്കാനും 10ഉം 100ഉം കുഴിയൊക്കെ നടാറുണ്ട്. ഇപ്രാവശ്യം നമ്മളുടെ ആവശ്യത്തിന് മാത്രം നടന്നുള്ളൂ. ചേന നടിയിൽ ഇവിടെ അതിൻ്റെ അന്ത്യഘട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. ഇത് കണ്ടോ, ഈ കൊന്നച്ചപ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല വളം കേട്ടോ. അത് മൊത്തം അതിടാനില്ല, ഒത്തിരി ഇല്ല. അത് കുറേ പച്ചക്കറിക്കൊക്കെ വേണ്ടിയിട്ടേ എടുത്തു. അതാ കൊന്നച്ചപ്പാണ് ഇതിന് ഏറ്റവും നല്ലത് ചവറായിട്ട് വെക്കാൻ. ഇത് തീർന്നു കേട്ടോ. ഇനി ഒരെണ്ണവും കൂടെ വെട്ടി മൂടിയാൽ മതി, അപ്പോഴത്തേനും തീർന്നു. ഇതുണ്ടോ,
അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചേന നടീൽ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്ബൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഒരു ഹായ് പറയൂ കേട്ടോ. താങ്ക് ബൈ.